സുബൈദ താത്താന്റെ വീട്ടിൽ പാചകവാതകം ഇറക്കി വെച്ചിട്ട് വാങ്ങുന്ന കാശും തൊട്ടപ്പുറത്ത് കത്രീന ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന കാശും അപ്പുറത്ത് സുമതി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന കാശും ഒന്നല്ലേ? പാചകവാതകത്തിന്റെ വിലയ്ക്ക് മതവ്യത്യാസമുണ്ടോ? മരിച്ചു വീണ കർഷകരിൽ മതവ്യത്യാസമുണ്ടോ? അടച്ചുപൂട്ടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മാട്ടിപ്പുറത്താക്കപ്പെടുന്ന തൊഴിലാളികളിൽ മതവ്യത്യാസമുണ്ടോ? ദുരിതങ്ങൾക്ക് മതമില്ല. മതത്തിന്റെ പേരിലല്ല, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരാണ് ഇന്നത്തെ ഇന്ത്യയിൽ സംഘടിക്കേണ്ടത്. ന്യൂ ലിബറൽ കാലത്തിന്റെ തിരശീല വീഴാൻ തുടങ്ങുന്നു ലോകത്തെല്ലായിടത്തും. അതിന്റെ ഉദ്ഘാടന കൊടിയേറ്റം നടന്ന ചിലിയുടെ മണ്ണിൽ ഇതാ 4 പതിറ്റാണ്ടിന് പുറം ന്യൂ ലിബറൽ സാമ്പത്തിക നയം ഉപേക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് ഞാൻ മുതിരുന്നുവെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ചെങ്കൊടി പാറിപ്പറക്കുമ്പോൾ സമരങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും ചരിത്രം അവസാനിച്ചിട്ടില്ല എന്നും, ചരിത്രവും ചരിത്രത്തിലെ ഏറ്റുമുട്ടലുകളും സമരങ്ങളും വർഗസമരങ്ങളും തുടരുക തന്നെ ചെയ്യുമെന്നും ലോകം മുതലാളിത്തത്തിന്റെ മുഖത്ത് നോക്കി വീറോടെ വാദിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത്. എല്ലാവർക്കും റേഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഉപേക്ഷിച്ചു. അതിന്റെ പേരാണ് ന്യൂ ലിബറൽ സാമ്പത്തിക നയം. 1991 ഈ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി എല്ലാവർക്കും റേഷൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി, സർക്കാർ പിൻവലിഞ്ഞു. അതാണ് ന്യൂ ലിബറൽ സാമ്പത്തിക നയം. എന്നിട്ടോ അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കും, അല്ലെ? അങ്ങനെ അർഹത നിശ്ചയിക്കാൻ തുടങ്ങി. ഓടിട്ട വീടുള്ളയാൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി, അവർ അർഹതയില്ലാത്തയാളായി. അർഹത നിശ്ചയിച്ചു. വീട്ടിലൊരു ടെലിഫോൺ കണക്ഷൻ ഉണ്ട് എങ്കിൽ ആള് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി. വീട്ടിൽ സർക്കാർ ജോലിയുള്ള ഒരാളുണ്ടെങ്കിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലായി. സർക്കാരിന്റെ ഈ പിന്മടക്കത്തെയാണ് ന്യൂ ലിബറൽ സാമ്പത്തിക നയം പറയുന്നത്. സർക്കാർ പിന്മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? സർക്കാർ പിന്മാറുന്നു, ഒരാൾക്ക് റേഷൻ നിഷേധിക്കുന്നു എന്നതിന്റെ അർത്ഥം അവർ ഇനി മുതൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നല്ല. അവർക്ക് ഭക്ഷണത്തിന് ആവശ്യമായ സാധനം അവർ കമ്പോളത്തിൽ പോയി നേരിട്ട് വാങ്ങിക്കൊള്ളണമെന്നാണ്. സർക്കാർ പിന്മാറുന്നു, എല്ലാം വിപണിക്ക് വിട്ടുകൊടുക്കുന്നു. ഉദാഹരണം 2. പെട്രോളിന്റെയും ഡീസലിന്റെയും വില നേരത്തെ നിശ്ചയിച്ചു കൊണ്ടിരുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്തെ സർക്കാരായിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ പെട്രോളിന് ഇത്ര രൂപ കൂടും. ദൂരദർശനിലും റേഡിയോയിലും പണ്ട് പത്രത്തിലും വന്നുകൊണ്ടിരുന്ന വാർത്തയാണ്. ആ ഉത്തരവാദിത്വം സർക്കാർ ഉപേക്ഷിക്കുന്നു. സർക്കാർ പൂർണ്ണമായും കമ്പനികൾക്ക് വിട്ടുകൊടുത്തു ആ തീരുമാനം. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ പൊതുമേഖലാ സ്ഥാപനവും എടുക്കും. സർക്കാരിന്റെ ഉത്തരവാദിത്വം സർക്കാർ വളരെ കൃത്യമായി അതിൽ നിന്ന് പിന്മാറുന്നു. കമ്പോളത്തിന് സർക്കാർ വിട്ടുകൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആരോഗ്യ മേഖല, ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല, ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുന്നു. എന്തിനായിരുന്നു? ഏറ്റവും ഒടുവിൽ അലയടി ചാർത്തിരം വിക്കടന്ന് വന്ന ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഗതിയെ പിടിച്ചുകുലുക്കിയ കർഷക പ്രക്ഷോഭം ഉത്ഭവിച്ചത്. ജനവിരുദ്ധ കർഷക നിയമങ്ങളിലൂടെ സർക്കാരിനുണ്ടായിരുന്ന കാർഷിക മേഖലയിലെ എല്ലാ ഉത്തരവാദിത്വവും സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു. ആർക്ക് വിട്ടുകൊടുക്കുകയാണ്? കോർപ്പറേറ്റുകൾക്ക്, കമ്പോളങ്ങൾക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പൊതു സ്വത്തും പൊതു ആസ്തി വകകളും നോക്കൂ. ഈ രാജ്യത്തിന്റെ വിമാനം നടത്തിയിരുന്നത് ഇന്ത്യയുടെ വിമാന കമ്പനി എയർ ഇന്ത്യ ആയിരുന്നു. സ്വകാര്യ മേഖല പലപ്പോഴും കടന്നു വന്നു. പക്ഷേ ഇന്ത്യക്ക് സ്വന്തമായൊരു സംരംഭം ഉണ്ടായിരുന്നു, അതായിരുന്നു എയർ ഇന്ത്യ. അത് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഉപേക്ഷിക്കുന്നു. ഇന്ത്യൻ റെയിൽവേ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഇതാ ഉപേക്ഷിക്കുന്നു, സ്വകാര്യവൽക്കരിക്കുന്നു. വിഡ്രോവൽ ഓഫ് ദി സ്റ്റേറ്റ് ആണ്, സ്റ്റേറ്റിന്റെ പിന്മടക്കമാണ്. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. തിരുവനന്തപുരം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലായിരുന്നു, സർക്കാരിന്റെ സ്വന്തമായിരുന്നു. സർക്കാർ അത് ഉപേക്ഷിക്കുന്നു. നമ്മുടെ രാജ്യം, ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എപ്പോഴാണ് നമ്മുടെ എല്ലാം ജീവിത ചിലവ് അനിയന്ത്രിതമായി ഉയരുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇന്ധന വില വർധനവാണല്ലോ. എന്ന് മുതലാണ് ഇന്ധന വില വർധനവ് ആരംഭിക്കാൻ തുടങ്ങിയത്, ഇതുപോലെ കുതിച്ചു കയറാൻ തുടങ്ങിയത്? നമ്മുടെ നാട്ടിൽ പെട്രോളിയം ഉൽപാദനവും വിതരണവും വിപണനവും നിശ്ചയിച്ചിരുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, IOC. നിങ്ങൾ ഈ റേഷൻ കാർഡിന്റെ നിറം കുട്ടിക്കാലത്തെയും കൗമാരത്തെയും ഓർമ്മകൾ ഞാൻ നിങ്ങളോട് ഓർമ്മിക്കാൻ പറഞ്ഞതുപോലെ, നിങ്ങളുടെ ഒരു 10 വർഷങ്ങൾക്ക് മുൻപുള്ള നിങ്ങളുടെ യാത്രകളിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരിടത്ത്
ഞാൻ ഈ പറയുന്നതല്ലാത്ത പമ്പുകൾ നിങ്ങൾ കണ്ടിരുന്നില്ല. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പ്, HP ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പ്, IBP ഇൻഡോ ബർമൻ പെട്രോളിയത്തിന്റെ പെട്രോൾ പമ്പ്, ഭാരത് പെട്രോളിയം. നിങ്ങൾ റിലയൻസിന്റെ പെട്രോൾ പമ്പ് ഇന്ന് മുതലാണ് ബാലരാമപുരത്ത് കാണാൻ തുടങ്ങിയത്. റിലയൻസ് ഒരു പൊതുമേഖലാ സ്ഥാപനമല്ല, ഒരു സ്വകാര്യ കുത്തകയുടേതാണ്. ഏറ്റവും ലളിതമായി ബാലരാമപുരത്ത് ആരംഭിച്ച പെട്രോൾ പമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് നിയോ ലിബറൽ കാലം ആർക്ക് വേണ്ടിയാണുള്ളതെന്ന് വ്യക്തമാക്കാൻ മനസ്സിലാക്കാൻ കഴിയും. ബാലരാമപുരത്ത് ആരംഭിച്ച പെട്രോൾ പമ്പ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അടച്ചുപൂട്ടി. കുറെ കാലം അടച്ചു കിടന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്നു. ഇവിടെ മാത്രമല്ല, രാജ്യത്തെമ്പാടും ആരംഭിച്ച ചില്ലറ ഇന്ധന വിപണന മേഖലയിലേക്ക് കടന്നു വന്ന റിലയൻസ്, SR ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികൾ, രാജ്യത്ത് സർക്കാർ നോക്കി നടത്തിയിരുന്ന പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ സ്ഥാനത്ത് ഈ സ്വകാര്യ കമ്പനികൾ കടന്നു വന്നു. സ്വകാര്യ കമ്പനികൾ കടന്നു വന്നപ്പോഴോ ആ സ്വകാര്യ കമ്പനികളിൽ ബാലരാമപുരത്തെ പെട്രോൾ പമ്പിൽ നിന്ന്, റിലയൻസിന്റെ പെട്രോൾ പമ്പിൽ നിന്ന് നിങ്ങൾ അടിക്കുന്ന എണ്ണയ്ക്ക് മറ്റിടങ്ങളേക്കാൾ ആദ്യം വില കൂടുതലായിരുന്നു. ഈ എണ്ണ കമ്പനികൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. വില നിശ്ചയിക്കാനുള്ള അധികാരം ഞങ്ങൾക്ക് വിട്ടുതരണം. അന്ന് എന്തുകൊണ്ടായിരുന്നു തൊട്ടപ്പുറത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ വില കുറവും റിലയൻസിന്റെ പെട്രോൾ പമ്പിൽ വില കൂടുതലുമായിരുന്നത്? സർക്കാർ നിയന്ത്രണത്തിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ സർക്കാർ സബ്സിഡി കൊടുക്കുമായിരുന്നു. ഈ സബ്സിഡി അവസാനിപ്പിച്ചു. ഈ സബ്സിഡി അവസാനിച്ചതോടുകൂടി റിലയൻസിന്റെ പെട്രോൾ പമ്പിലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിനും ഒരേ വിലയായി. ഇതാരുടെ താല്പര്യത്തിലാണ് സർക്കാർ കൊടുത്തുകൊണ്ടിരുന്ന ഈ സബ്സിഡി സർക്കാർ അവസാനിപ്പിച്ചത്, സർക്കാർ അതിൽ നിന്ന് പിന്മാറിയത്? രാജ്യമാകെ തുറന്നു വെച്ച റിലയൻസിന്റെ എണ്ണ വിപണിക്ക് വേണ്ടി ഈ രാജ്യത്ത് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് സർക്കാർ നൽകിക്കൊണ്ടിരുന്ന, ജനങ്ങൾക്ക് സർക്കാർ നൽകിക്കൊണ്ടിരുന്ന സബ്സിഡി സർക്കാർ ഉപേക്ഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ നയം? ഒരു വശത്ത് സർക്കാർ പിന്മാറുന്നു, മറുവശത്ത് വിപണിക്ക് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്നു. സർക്കാർ പിന്മാറുന്നു, കോർപ്പറേറ്റുകൾക്കെല്ലാം ചെയ്തു കൊടുക്കുന്നു. 1991 ഈ രാജ്യം ഈ നയം നടപ്പിലാക്കുന്നത്. ഈ രാജ്യത്തല്ല ആദ്യമായി ഈ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നത്. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ നയം ആരംഭിച്ച ഒരു രാജ്യമുണ്ടായിരുന്നു. ആ രാജ്യത്തിന്റെ പേരാണ് ചിലി. ആ ചിലിയിലാണ് 4 പതിറ്റാണ്ടുകൾക്ക് പുറം അതിൽ നിന്നുള്ള അനുഭവ പാഠത്തിൽ നിന്ന് ഒരു പുതിയ രാഷ്ട്രീയ മാറ്റം ഇന്നുണ്ടായിരിക്കുന്നത്. ആ രാഷ്ട്രീയ മാറ്റം സോഷ്യലിസ്റ്റുകാരൻ 35കാരൻ അധികാരത്തിലേക്ക് വന്ന് ആദ്യം പറഞ്ഞത്, ഇതാ ചിലിയിൽ ആരംഭിച്ചു നവലിബറൽ സാമ്പത്തിക നയങ്ങളെങ്കിൽ നവലിബറൽ സാമ്പത്തിക നയങ്ങളെ പരിപൂർണമായി ഉപേക്ഷിക്കാൻ വേണ്ടി ചിലി ഇപ്പോഴിതാ ഭരണഘടന തന്നെ തിരുത്തി എഴുതുകയാണ്. എല്ലാ നിയമങ്ങളും മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഉപേക്ഷിച്ചു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ. ഇന്ത്യയുടെ അനുഭവം എന്താണ്? ലോകത്തിന്റെ അനുഭവം എന്താണ്? ഇത്രയും കാലത്തെ നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങളുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അതിനെ ഏറ്റവും മനോഹരമായി ഖണ്ഡിച്ച ഒരു നേതാവ് ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല. രാഷ്ട്രീയക്കാർ പലരും നവലിബറൽ സാമ്പത്തിക നയങ്ങളെ കുറിച്ച് ശക്തമായ ഭാഷയിൽ പ്രഹരശേഷിയോടെ പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും ഏറ്റവും മനോഹരമായി ക്ലാസിക്കലായി അതിനെ ഖണ്ഡിച്ച ആളിന്റെ പേര്, ഒരു നേതാവ്, ആത്മീയ നേതാവായിരുന്നു. അത് സാക്ഷാൽ ഫ്രാൻസിസ് പപ്പ, ഇന്നത്തെ പോപ്പായിരുന്നു. എന്തായിരുന്നു ഈ നിയോലിബറൽ സാമ്പത്തികത മുൻപോട്ട് വയ്ക്കുന്നത്? ഇന്ത്യൻ എയർലൈൻസ് ഇന്ത്യയുടെ സ്വന്തമായിരുന്നു, അത് വിൽക്കുന്നു. പെട്രോളിയം മേഖല ഇന്ത്യയിലെ സ്വകാര്യ കുത്തകകൾക്ക് വിൽക്കുന്നു. നമ്മൾ പിന്മാറുന്നു, ഗവൺമെന്റ് പിന്മാറുന്നു, ജനങ്ങൾ പിന്മാറുന്നു. അവിടെ കോർപ്പറേറ്റുകൾ കടന്നു വരുന്നു. കാർഷിക മേഖലയിലും അത് തന്നെയാണ്. അതുകൊണ്ട് എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഇവർ പറയുന്നത് എല്ലാ സഹായവും, കമ്പോളമാകെയും കമ്പോളത്തിന്റെ സ്വാതന്ത്ര്യവും, സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും, എല്ലാ നിയമങ്ങളും കോർപ്പറേറ്റുകൾക്കും വൻകിട മുതലാളിമാർക്കും വേണ്ടി ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ എയർ ഇന്ത്യ വിൽക്കുന്നു ടാറ്റയ്ക്ക്, റിലയൻസിന് കൈമാറുന്നു ഈ രാജ്യത്തിന്റെ ഒരുപാട് മേഖല, എണ്ണ മേഖല ഉൾപ്പെടെ. ഈ രാജ്യത്ത് ജിയോ കടന്നു വരുന്നു, BSNL പൊട്ടുന്നു. ജിയോ ശക്തിപ്പെടുമ്പോൾ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിട്ട് ടാറ്റ അത് ഏറ്റെടുക്കുമ്പോൾ, ഇന്ത്യയിലെ പോർട്ടുകൾ അദാനിക്ക് കൊടുക്കുമ്പോൾ അവർ വളരും. അതിലൂടെ സമൂഹമാകെ വളരുമെന്നാണ്.
അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. ആ ഉദാഹരണം ഇംഗ്ലീഷിൽ പറയുന്ന ട്രിക്കിൾ ഡൗൺ തിയറി എന്നാണ്. ഒരു ഗ്ലാസ് ആണ് അവർ ഉദാഹരണമായി ഉയർത്തി കാണിക്കുന്നത്. ഒരു ഗ്ലാസിനകത്തേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കോർപ്പറേറ്റുകൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നു, അവരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നു, അവർക്ക് സർക്കാരിന്റെ പൊതുമുതൽ അവർക്ക് ചുളുവിലേക്ക് എഴുതി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴോ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ, വീണ്ടും വീണ്ടും ഒഴിച്ചുകൊണ്ടേയിരുന്നാൽ ആ ഗ്ലാസ് ചിതുമ്പുമ്പോൾ ഗ്ലാസിന് ചുറ്റിലും ആ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പടരും. വീണ്ടും വീണ്ടും ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കും തോറും വീണ്ടും വീണ്ടും ഒഴുകിപ്പടരും. വീണ്ടും വീണ്ടും നനവിങ്ങനെ വലുതാകണമെങ്കിൽ കൂടുതൽ കൂടുതൽ വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. കോർപ്പറേറ്റുകളെ സഹായിക്കും തോറും അത് ചിതുമ്പിക്കൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കും തോറും വീണ്ടും വീണ്ടും ചിതുമ്പും. സമൂഹമാകെ നനവ് പടരും, സമൂഹമാകെ വളരും. ഇതാണ് അവരുടെ തിയറി. ഫ്രാൻസിസ് പാപ്പയുടെ ഗംഭീരമായ മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? അസമത്വം വർദ്ധിച്ചു, ദാരിദ്ര്യം മൂർച്ഛിച്ചു. അതിന്റെ കണക്കുകൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ലോകത്തോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ഈ ഗ്ലാസ് ചിതുമ്പുമെന്നാണ്. നിങ്ങൾ ചിതുമ്പാൻ വേണ്ടി ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ വെള്ളം പകരുന്ന ഗ്ലാസ്സിനൊരു സവിശേഷതയുണ്ട്. ഈ ഗ്ലാസ് ഒരു മാന്ത്രിക ഗ്ലാസ് ആണ്, ഒരു മാജിക്കൽ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ഇന്ന് വരെ ചിതുമ്പിയിട്ടില്ല, ഇനിയൊട്ടു ചിതുമ്പാനും പോകുന്നില്ല. നിങ്ങൾ വെള്ളമൊഴിക്കും തോറും ഈ ഗ്ലാസ് ചിതുമ്പുകയല്ല, ഈ ഗ്ലാസ് വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. കോർപ്പറേറ്റുകൾ തടിച്ചുയർത്തുകൊണ്ടേയിരിക്കുന്നു, അവർ വലുതായിക്കൊണ്ടേയിരിക്കുന്നു, അത് ചിതുമ്പുന്നില്ല. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ശരിയല്ലേ? ഇന്ത്യയിലേക്ക് വരൂ. ഈ രാജ്യത്തിന്റെ ഇനിക്വാളിറ്റിയുടെ അസമത്വത്തിന്റെ കണക്കെത്രയാണ്? ലോകത്തെ അസമത്വത്തിന്റെ കണക്ക് പുസ്തകമുണ്ട്. വേൾഡ് ഇനിക്വാളിറ്റി ഇൻഡെക്സിൽ, അത് സംബന്ധിച്ച് ഇനിക്വാളിറ്റി റിപ്പോർട്ടിൽ, അസമത്വത്തിന്റെ റിപ്പോർട്ടിൽ ലോകത്തെ സംബന്ധിച്ചുള്ള കണക്കിൽ ഇന്ത്യയെ കുറിച്ച് രേഖപ്പെടുത്തിയെന്നാണ്. ഇന്ത്യയുടെ ആകെ ദേശീയ വരുമാനത്തിന്റെ 57% കൈയാളുന്നത് ഈ രാജ്യത്തെ വെറും 10% അതിസമ്പന്നരാണ്. ഈ രാജ്യത്തിന്റെ ആകെ ദേശീയ വരുമാനത്തിന്റെ 22% കൈയാളുന്നത് ഇന്ത്യൻ ജനസംഖ്യയിലെ വെറും 1%. 1990-കൾക്കു ശേഷമാണ് ഇന്ത്യ അസമത്വത്തിന്റെ താഴ്വരയായി മാറിയത്. 3 പതിറ്റാണ്ടുകളെ കുറിച്ചാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. ഈ കാലയളവിൽ ഇന്ത്യൻ യൗവനം കടന്നുപോയ വഴികളെ കുറിച്ചാണ് ഈ സെമിനാറിൽ ഞാൻ സംസാരിക്കേണ്ടത്. ഞാൻ നിയോ ലിബറൽ സാമ്പത്തിക നയം എന്താണെന്നതിനെ കുറിച്ച്, അത് ലോകമാകെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അസമത്വത്തിന്റെ സൂചനകൾ എന്നതിനെ സംബന്ധിച്ച് ആമുഖമായി ഒന്ന് സൂചിപ്പിച്ചത് മാത്രമാണ്. ഈ നവലിബറൽ സാമ്പത്തിക നയം, നവലിബറൽ ഒന്നും പറഞ്ഞ് വല്ലാതെ നമുക്ക് പരിചിതമില്ലാത്ത, കൂടുതൽ അറിയാത്തൊരു പദത്തിലേക്ക് കടന്നു പോകണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള ഒരു പദമാണിത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ രാജ്യത്ത് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലത്തിനിടയിൽ അസമത്വം പെരുകി, ദാരിദ്ര്യം മൂർച്ഛിച്ചു, സമ്പന്നർ അതിസമ്പന്നരായി, ദരിദ്രർ പരമദരിദ്രരായി. കൂടുതൽ ദൂരേക്കൊന്നുമുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്നാലോചിക്കൂ. ഈ കഴിഞ്ഞ 1 മാസത്തിനിടയിൽ, അല്ലെങ്കിൽ 2 മാസത്തിനിടയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത ചിലവിൽ എത്ര രൂപയുടെ വർധനവുണ്ടായി? പെട്രോളിന്റെ വില കൂടിയപ്പോൾ, പാചകവാതകത്തിന്റെ വില കൂടിയപ്പോൾ, വിവിധ സാധനങ്ങളുടെ വില കൂടിയപ്പോൾ, ഈ മാസം ജീവിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ പണം പോരാ അടുത്ത മാസം ജീവിക്കാൻ. ഓരോ ദിവസവും ജീവിത ചെലവ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ ചോദ്യം, ഈ ജീവിത ചെലവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉയർന്നതിന്റെ ഭാഗമായി 1 രൂപ ആരുടെയെങ്കിലും ജീവിതത്തിൽ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടോ? ഒരു അനാ പൈസയുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. എന്നാൽ ജീവിത ചെലവ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിക്കണമെങ്കിൽ കടം വാങ്ങാൻ നിർബന്ധിതരാകുന്നു. സർക്കാർ കാഴ്ചക്കാരായി മാറുന്നു. കേന്ദ്ര സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന സാമ്പത്തിക നയം എല്ലാ സബ്സിഡികളിൽ നിന്നും അവർ പിന്മാറുന്നു. കേന്ദ്ര സർക്കാർ നോക്കി നടത്തേണ്ട എല്ലാ ഉത്തരവാദിത്വങ്ങളും അവർ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുന്നു. അനിയന്ത്രിതമായ തൊഴിലില്ലായ്മയ്ക്കാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓരോ പൊതുമേഖലാ സ്ഥാപനവും വിറ്റഴിക്കുന്നതിന്റെ ഭാഗമായി ഓരോ ഇടങ്ങളിലും
സ്ഥിരം തൊഴിൽ സാധ്യതയാണ് എന്നേക്കുമായി അവസാനിച്ചു പോകുന്നത്. എയർ ഇന്ത്യ വിറ്റു. ഇനി എയർ ഇന്ത്യയിൽ സ്ഥിരം ജോലിയുണ്ടോ? ഇന്ത്യൻ റെയിൽവേ വിൽക്കാൻ പോകുന്നു. ഇനി എവിടെ സ്ഥിരം ജോലിയുണ്ടോ? എത്രയെത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് വിറ്റഴിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നാട്ടിപ്പുറത്താക്കപ്പെട്ട അനേകായിരങ്ങളുടെ ചെറുപ്പത്തിന്റെ നാടാണിത്. ഇത് സംസാരിക്കുമ്പോൾ യുവത്വം കടന്നുപോയ നവലിബറൽ കാലത്തിന്റെ 3 പതിറ്റാണ്ടിനെ കുറിച്ച് വർത്തമാനം പറയുമ്പോൾ കടന്നുപോയ യുവത്വം മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയോട് നമ്മൾ എന്താണ് പറയേണ്ടത്? ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് നിയമനം കൊടുക്കാൻ കഴിയുന്ന ഇന്ത്യൻ റെയിൽവേ 1,65,000 കോടി രൂപയുടെ സ്വത്തുവകകളാണ്. ഇതാ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ഏറ്റവും ഒടുവിൽ മാറ്റിവെച്ചിരിക്കുന്നത്. ക്രമാനുഗതമായ സ്വകാര്യവൽക്കരണത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേ പോകുന്നു. ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിക്കപ്പെട്ടാൽ പിന്നെ ഇവിടെ സ്ഥിരം ജോലിയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല, ഇന്നത്തെ യുവത്വത്തിന് മാത്രമല്ല, നാളെയുമില്ല. സ്ഥിരം ജോലിയില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരർത്ഥം സംവരണമില്ലെന്ന് കൂടിയാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്തെ സദേൺ റെയിൽവേ ആസ്ഥാനത്തിന്റെ മുമ്പിൽ തൊഴിലാളികൾ നടത്തിയ ഒരു സമരമുണ്ട്. എന്തിനെന്നറിയുമോ? പുതുതായി നിയമിക്കാത്തതിനല്ല, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മാറ്റുകയാണ്. ഗേറ്റ് കീപ്പർ തസ്തികയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ മാറ്റി ആ സ്ഥാനത്ത് വിരമിച്ചു വന്ന പട്ടാളക്കാരെ നിയമിക്കുകയാണ്. സ്ഥിരം ജോലിയില്ല. ഡിവൈഎഫ്ഐ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ISROയുടെ മുമ്പിൽ നടത്തിയ സമരമുണ്ട്. ISRO ഈ രാജ്യത്തിന്റെ ബഹിരാകാശ ഗവേഷണ മേഖലയിൽ സമ്പൂർണമായ സ്വകാര്യവൽക്കരണത്തിന് വിധേയമാകുന്നു. സമ്പൂർണമായ സ്വകാര്യവൽക്കരണം സാധ്യമായാലോ പിന്നെ ഇവിടെ സ്ഥിരം നിയമനമില്ല, സംവരണമില്ല. എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിവിധ എയർപോർട്ടുകൾ സ്വകാര്യവൽക്കരണത്തിന് വിധേയമാകുന്നു. നിങ്ങളിൽ പലരും എങ്ങനെയാണ് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത്? നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് പുരോഗതി ഉണ്ടായത്? ഇനി എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലും ഒരാൾക്ക് BSNL-ൽ ഒരു ജോലി വരുന്ന തലമുറയിൽപ്പെട്ടവർക്ക് കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ? എന്തെന്നേക്കുമായി പരിധിക്ക് പുറത്തായി BSNL. നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവർ ഒരു പക്ഷേ ഈ ശബ്ദ പരിധിക്കുള്ളിൽ നിൽക്കുന്നവർ എത്രയോ പേർ BSNL-ൽ ജോലി കിട്ടിയവരുണ്ടാകും, നിങ്ങൾക്കറിയാവുന്നവരുണ്ടാകും. ഇനി ഒരാൾക്ക് പാറശാലയിൽ നിന്ന് BSNL-ൽ ജോലി കിട്ടോ? ഇനി പിറക്കാനിരിക്കുന്ന കുട്ടിക്ക് കിട്ടോ? ഉള്ളവരെ തന്നെ പിരിച്ചുവിടുകയാണ്. ബാങ്കിംഗ് മേഖല തിരുവനന്തപുരത്ത് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റേഷന്റെ പിറകിലോട്ടം കൂടി നടന്നാൽ, ഗാന്ധാരി അമ്മൻ കോവിലൂടെ നടന്നാൽ, ആ റോഡിലേക്ക് നടന്നാൽ, റോഡിന്റെ ഇരുവശവും ആ ഇടവഴികളിലെ മുഴുവൻ റോഡുകളുടെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്നത് ബാങ്ക് കോച്ചിങ് സെന്ററുകളായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്ത് ചേർന്ന് പഠിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അവിടെ. ഇപ്പോഴതിൽ ഒരെണ്ണം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് വെറുതെ ഒന്ന് നോക്കൂ. CPIM-ന്റെ സമ്മേളനം ഇപ്പോൾ വീണ്ടും ഇവിടെ ചേരുകയാണ്. കേരളം ഇത് ആതിഥേയത്വം വഹിക്കാൻ പോവുകയാണ് 23ാം പാർട്ടി കോൺഗ്രസിന്. ഈ കാലയളവിൽ രാജ്യത്ത് സംഭവിച്ച മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യയിലെ വിവിധ ബാങ്കുകൾ അപ്രത്യക്ഷമായി. SBT എന്നുണ്ടോ? ചെറിയ ബാങ്കുകളെ വലിയ ബാങ്കുകൾ വിഴുങ്ങി. ബാങ്കുകളുടെ ലയനം നടക്കുന്നു. ലയനത്തിലൂടെ ബാങ്കുകളുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നു. വർദ്ധിപ്പിച്ച ഭീമമായ ആസ്തിയുള്ള ഈ ബാങ്കുകൾ കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പാർലമെന്റിൽ പ്രക്ഷുബ്ധമായ പാർലമെന്റ് സമ്മേളനത്തിൽ വെച്ച് പാസാക്കപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളിലൊന്ന് ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖലയുടെ സ്വകാര്യവൽക്കരണമാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് പോലും ലോകത്തെല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഗൗരവമായ ഭീഷണിയാണ്, വലിയ പ്രതിസന്ധിയാണ് നേരിട്ടത്. പക്ഷേ അപ്പോഴും ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏറ്റവും ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കുതിച്ചു കയറി. ഈ കാലയളവിൽ ആ LIC വിൽപ്പനയ്ക്ക് വെക്കുകയാണ്. LIC വിൽക്കുമ്പോൾ, BSNL അടച്ചുപൂട്ടുമ്പോൾ, റെയിൽവേ വിൽക്കുമ്പോൾ, ISRO സ്വകാര്യവൽക്കരിക്കുമ്പോൾ, ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ സൈറൻ വിളികൾ എന്നേക്കുമായി നിലയ്ക്കുമ്പോൾ എനിക്കിതൊന്നും ബാധിക്കില്ലല്ലോ എന്ന് പാറശാലയിലെ ഒരു സാധാരണക്കാരന് എങ്ങനെ കരുതാൻ കഴിയും? ഈ തലമുറയുടേതാണ്, ഇന്നത്തെ യൗവനത്തിൻ്റെതാണ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന കുട്ടികളുടെ പോലുമാണ്, നാളെയുടെ തലമുറയുടേതാണ്, വളർന്നു വരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടേതാണ് പ്രശ്നം. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്.
2020 ഏറ്റവും ഒരു കണക്ക് പ്രകാരം 2020 കണക്ക് പ്രകാരം കഴിഞ്ഞ 29 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയാണ് 2020 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ILOയുടെ കണക്കുണ്ട്. ഈ കോവിഡിന് ശേഷം, ആ കോവിഡിന് ശേഷമുള്ള ഒരു കണക്ക് പ്രകാരം ഈ കോവിഡിന്റെ കാലത്ത് മാത്രം ഇന്ത്യയിലെ അസംഘടിത മേഖലയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത്, അസംഘടിത മേഖലയിൽ നിന്ന് കൊടും പട്ടിണിക്ക് വിധേയമാക്കപ്പെട്ട തൊഴിലാളികളുടെ എണ്ണം എന്ന് പറഞ്ഞ് അവർ രേഖപ്പെടുത്തുന്നത് 40 കോടിയിലധികം വരുന്ന ഭാരതീയരാണ്. അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവർ തൊഴിൽ നഷ്ടപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തിൽ കാതലായ മാറ്റമുണ്ടാക്കി നിയോ ലിബറൽ സാമ്പത്തികതയും. 3 പതിറ്റാണ്ട് കാലത്തിന്റെ സവിശേഷത എന്നാൽ ഈ രാജ്യത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രതിഭാസങ്ങൾ ചെറുപ്പം നേരിടേണ്ടി വന്ന ഒരു കാര്യം, ഒന്ന് തൊഴിലില്ലായ്മയാണ്, 2 തൊഴിലുള്ളപ്പോഴും കുറഞ്ഞ ശമ്പളത്തിന് തൊഴിലെടുക്കേണ്ടി വരുന്ന ഗതികേടാണ്. അതിനെയാണ് ഇംഗ്ലീഷിൽ അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുക. എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വിദ്യാഭ്യാസമുള്ള എനിക്ക് ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ജോലിയുണ്ട്. പക്ഷേ എന്റെ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ജോലിയല്ല ഞാൻ വാങ്ങുന്നത്, ശമ്പളമല്ല ഞാൻ വാങ്ങുന്നത്. ഞാൻ കുറച്ചു കാലം മുമ്പ് മലപ്പുറത്ത് ഇത് സംബന്ധിച്ചൊരു സെമിനാറിൽ സംസാരിച്ചിറങ്ങുമ്പോൾ അവിടുത്തെ ഒരു കൗൺസിലറായ DYFI നേതാവ് അയാളുടെ ഒരു അനുഭവം പറഞ്ഞു. അവിടെ പ്രദേശത്ത് ഈ പൈപ്പ് ലൈൻ ഇടുന്നതിന് വേണ്ടി, കേബിൾ ഇടുന്നതിന് വേണ്ടി കുഴിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അപ്പൊ കുളിച്ചപ്പോ അവിടെ ഒരു പൈപ്പ് ലൈൻ പൊട്ടി, അത് വലിയ പ്രശ്നമായി. ഇവരെ തടഞ്ഞു വെച്ചു, ഇത് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്നായി. നാട്ടിലുണ്ടാകുന്ന സാധാരണ കശപിശയാണ്. നമ്മുടെ കൗൺസിലറെ ആളുകൾ വിളിച്ചറിയിച്ചു, അവിടെ പ്രശ്നം നടക്കാണ്. കൗൺസിലർ പോയി, DYFI കാരനാണ് കൗൺസിലർ. അയാൾ പോയിട്ട് അത് പരിഹരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വെട്ടിക്കൊണ്ടുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ തമിഴ്നാട്ടിൽ PG കഴിഞ്ഞ പയ്യനാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ പയ്യനാണ്, തമിഴനാണ്. സർക്കാരിന്റെ കണക്കിൽ അവന് ജോലിയുണ്ട്. അവൻ കേവലിന് കുഴിവിട്ടാൻ പോണ ജോലിക്കാരനാ. പക്ഷെ അവന്റെ ശമ്പളം എത്രയായിരിക്കും? ഒരു PG കാരന്റെ ശമ്പളം. നമ്മുടെ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ ജോലിക്ക് നിൽക്കുന്നവരുണ്ട്, അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ലബോറട്ടറികളിൽ ജോലിക്ക് നിൽക്കുന്നവരുണ്ട്. ജോലിയുണ്ടോ? ജോലിയുണ്ട്. ശമ്പളം എത്രയാ? പോട്ടെ, ആ തുച്ഛമായ ശമ്പളത്തിന്റെ ജോലി എത്ര കാലമുണ്ടാകും? ജോലി സ്ഥിരതയില്ല. ഒരു സ്ഥാപനം സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു എന്നതിന്റെ അർത്ഥം സ്ഥിരം ജോലി ഇല്ലാതാകുന്നു എന്നാണ്, സംവരണമില്ലാതാകുന്നു എന്നാണ്. കോൺട്രാക്ട് ലേബറിംഗ് വർദ്ധിച്ചു, ഔട്ട്സോഴ്സിംഗ്, പുറം കരാർ തൊഴിലാളികളുടെ എണ്ണം കൂടി. നേരിട്ട് ജോലി ചെയ്യണ്ട. രാജ്യത്ത് കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് സ്ഥിരം ജോലികളല്ല. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മളത് അറിയാത്തത്, ഞാൻ കേരളത്തിലേക്ക് വരികയാണ്. കേരളം ഒരു ബദലായി നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പുതുവർഷമാണ്, 2022 പിറവിയെടുക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇതാ കോട്ടയത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, അടച്ചുപൂട്ടിയ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, ഇപ്പോൾ ഇന്നത്തെ ദിവസം അതിന്റെ പ്രവർത്തനങ്ങളുടെ ആരംഭമാണ്. അതിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വിൽക്കാൻ വെച്ചത് കേരളം വാങ്ങി. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം കേരളം നേരിട്ട് വാങ്ങി. അവിടുത്തെ തൊഴിലവസരം സംരക്ഷിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് വിൽപ്പനയ്ക്ക് വെച്ചു. ആ തിരുവനന്തപുരം എയർപോർട്ട് വിൽക്കരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി വരെ നിയമയുദ്ധം നടത്തി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. എന്തുകൊണ്ട്? ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഈ ചെറുത്തുനിൽപ്പുണ്ടാകുന്നില്ല, ഈ ബദൽ ഉണ്ടാകുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം DYFIയുടെ യോഗത്തിന് ഹരിയാനയിൽ പോകുമ്പോൾ ഹരിയാനയിൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം തൊഴിലില്ലായ്മയ്ക്കെതിരെ ശക്തമായ സമരം ഉയർത്തിക്കൊണ്ടുവരാനാണ്. എന്താണ് ഹരിയാനയിലെ തൊഴിലില്ലായ്മയുടെ അവസ്ഥ? ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ, രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് മഹാരാഷ്ട്രയിൽ, ആന്ധ്രയിൽ, ഈ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ. തൊട്ടപ്പുറത്ത് തമിഴ്നാട്. ഒരു സംസ്ഥാനത്തും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നെഞ്ചിൽ കുതിര കയറുന്ന ഒരുപാട് മാധ്യമങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ വിനയപൂർവ്വം ചോദിക്കുകയാണ്, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിൽ ഗൂഗിളിലേക്ക് വെറുതെ ഒന്ന് കയറി വിരലോടിച്ചാൽ ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ കണക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരളത്തിൽ മാത്രമല്ല, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ,
ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയിലെ ഉൾപ്പെടെയുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് മേഖലയിൽ ഉൾപ്പെടെയുള്ള റിക്രൂട്ട്മെന്റ് ബോർഡുകൾ എവിടെയും നിയമനം നടത്തുന്നില്ല. അവിടെ ജോലിക്കാരെ ആവശ്യമുണ്ട് എങ്കിൽ നേരത്തെ റെയിൽവേയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പെൻഷൻ പറ്റിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്ന് കരാറടിസ്ഥാനത്തിൽ ജോലി എടുക്കണം. കേന്ദ്രീയ വിദ്യാലയങ്ങളിലേക്ക് നിങ്ങൾ നോക്ക്. ഈ രാജ്യത്ത് BEd കഴിഞ്ഞ് നിൽക്കുന്നവരുടെ ആളില്ലാഞ്ഞിട്ടാ? ഏതെങ്കിലും കേന്ദ്രീയ വിദ്യാലയത്തിൽ ഈ അടുത്ത കാലത്ത് എപ്പോഴെങ്കിലും ഒരു സ്ഥിരം ജോലിക്ക് ഒരാളെ നിയമിച്ചത് കാട്ടിച്ചേരാൻ കഴിയുമോ? ആരോഗ്യ മേഖല ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്ഥാപനത്തിൽ പോട്ടെ, ഈ കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സ്ഥിരം ജോലി, അപ്രത്യക്ഷമായി സ്ഥിരം ജോലി ഇല്ലാതാകുമ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അസമത്വം വർദ്ധിപ്പിക്കുകയായിരുന്നു ന്യൂ ലിബറൽ കാലഘട്ടം ഇന്ത്യയിൽ സമ്മാനിച്ചത്. അസമത്വത്തിന്റെ താഴ്വരയായി ഇന്ത്യ മാറി. ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ 57%, ഒരു ചെറുന്യൂനപക്ഷം 10% അതിസമ്പന്നരുടെ കൈകളിലിരിക്കുന്ന ഇന്ത്യ, ഇതിനേക്കാൾ അപകടകരമായ സ്ഥിതിവിശേഷം ഇനി ഉണ്ടാകാൻ പോവുകയാണ്. അതുണ്ടാക്കാൻ പോകുന്നത് എന്നേക്കുമായി സംവരണം പൂർണ്ണമായി ഇല്ലാതാക്കും. സംവരണം ഇല്ലാതാക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നേയില്ല. തൊഴിൽ സംവരണമില്ല എന്നൊരു പ്രഖ്യാപനമേ ഉണ്ടാകുന്നില്ല, എന്നൊരു തീരുമാനത്തിന്റെ ആവശ്യം വരുന്നില്ല. മറിച്ചോ ഘട്ടം ഘട്ടമായി ഓരോ പൊതുമേഖലാ സ്ഥാപനവും സ്വകാര്യ മേഖലയ്ക്ക് എഴുതി വെക്കാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെട്ടത് എങ്ങനെയാണ്? പാടുപെട്ട് പഠിച്ച് മെരിറ്റിലൂടെ ഒരു സ്ഥിരം ജോലിയിലേക്ക് കയറുന്നു. ഒരു സ്ഥിരം ജോലിയിലേക്ക് പോകുമ്പോൾ 2 കുടുംബമാണ് രക്ഷപ്പെടുന്നത്. 2 കുടുംബം രക്ഷപ്പെടുമ്പോഴോ അടുത്ത തലമുറയിലേക്കാണ് അതിന്റെ വെളിച്ചമെത്തുന്നത്. അവരുടെ കുട്ടികൾ കൂടുതൽ മികവുറ്റ നിലയിൽ പഠിക്കാൻ, മികവുറ്റ നിലയിൽ മുൻപോട്ട് പോകാൻ, ജീവിത സാഹചര്യത്തിൽ തന്നെ ചുറ്റുപാടിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നു. അങ്ങനെ തലമുറകളിലേക്ക് അതിങ്ങനെ വെളിച്ചമായി പടരുന്നു. ഈ ചങ്ങല ഏറ്റുപോകാൻ പോവുകയാണ്. പിറകിൽ നിൽക്കുന്നവരെ പോലും, സമൂഹത്തിന്റെ പിറകിൽ നിൽക്കുന്നവർ, സാമ്പത്തികമായി പിറകിൽ നിൽക്കുന്നവർ, സാമുദായികമായി പിറകിൽപ്പെട്ടു പോയവർ, അവർ പോലും ഈ മെരിറ്റിന്റെ വാതായനത്തിലൂടെ മുൻപോട്ട് വരാൻ കഴിയുമായിരുന്നു. ഇനി അങ്ങനെയൊന്നില്ല. നവലിബറൽ കാലഘട്ടം ഇന്ത്യക്ക് സമ്മാനിച്ചതാണ്. ഇതിനൊരു പൊള്ളിച്ചെഴുത്ത് സാധ്യമാകുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. രാജ്യത്ത് ന്യൂ ലിബറൽ കാലഘട്ടത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത കടുത്ത രാഷ്ട്രീയവൽക്കരണമായിരുന്നു. എല്ലാം വല്ലാത്ത വിധം സ്വന്തമെന്ന പദത്തിലേക്ക് മനുഷ്യനെ ചുരുങ്ങാൻ പ്രേരിപ്പിച്ചു. 1991 നയം നടപ്പിലാക്കിയെന്ന് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തി. നേരത്തെ പ്രിയപ്പെട്ടവരെ, 91 ശേഷം ഇങ്ങോട്ടാണ്, ഇതേ കാലയളവിലാണ്, സർവ്വതും വിറ്റുതുളച്ച ഇതേ കാലത്താണ്, സർവ്വതിൽ നിന്നും സർക്കാർ പിന്മാറിയ ഇതേ കാലയളവിലാണ് കലാലയങ്ങളിൽ രാഷ്ട്രീയം പാടില്ലെന്ന ശബ്ദമുയർന്നത്. അതിന്റെ വ്യവഹാരങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ കയറിയത് അതേ ഘട്ടത്തിലാണ്. ബന്ധുപാടില്ലെന്ന് വന്നത്, ഹർത്താലുകൾക്കെതിരായ കോടതി വിധികൾ ഉണ്ടാകുന്നത്, രാഷ്ട്രീയം തന്നെ മോശമാണെന്ന ചിന്തയുണ്ടാകുന്നത്. ഞാൻ സൂചിപ്പിച്ചു, 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചിലയിലായിരുന്നു ന്യൂ ലിബറൽ സാമ്പത്തിക നയത്തിന്റെ ഉദ്ഘാടന മഹാമഹം നടന്നതെന്ന്. ലോകമാകെ നടന്നതാണിത്. 1990കളുടെ തുടക്കത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഈ ലോക മുതലാളിത്തം വിളിച്ചു പറഞ്ഞു, എൻഡ് ഓഫ് ദി ഹിസ്റ്ററി, ചരിത്രം അവസാനിക്കുകയാണ്, ഇനി സമരങ്ങളില്ല, ഏറ്റുമുട്ടലുകളില്ല. രസകരമായ പ്രയോഗമായിരുന്നു മുതലാളിത്തം നടത്തിയത്. ഇനി സമരങ്ങളില്ല, ഇനി സമരസപ്പെടലുകളേ ഉള്ളൂ എന്നാണ്, ഒത്തുതീർപ്പുകളേ ഉള്ളൂ, സമരങ്ങളില്ല, ഏറ്റുമുട്ടലുകളില്ല. ഒരു സമരവും ഇനി വിജയിക്കാൻ പോകുന്നില്ല. മുതലാളിത്തം ഉദ്ഘോഷിച്ചു. ഗവൺമെന്റുകൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. മുതലാളിത്തത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമായി ഗവൺമെന്റുകൾ മാറണം. പൊതുമേഖല എഴുതി കൊടുക്കുന്ന, അതിനുവേണ്ടി അവർക്ക് നിയമനിർമ്മാണം നടത്തുന്ന, അവിടെ തൊഴിൽ സമരങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നിയമനിർമ്മാണം ഉണ്ടാക്കുന്ന ഏർപ്പാട് മാത്രമായി ഈ ഗവൺമെന്റുകൾ മാറണം. ഇനി സമരങ്ങൾ ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ച ലോക മുതലാളിത്തത്തിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിയാണ് 3 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖല ഉറക്കെ പ്രഖ്യാപിച്ചത് സമരങ്ങൾക്ക് ഇനിയും കാലമുണ്ട്, സമരങ്ങൾ മരിക്കുന്നില്ലെന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, 2021 ഏറ്റവും മനോജ്ഞമായ അധ്യായം എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കായ ഇന്ത്യ കണ്ടതെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഇന്ത്യ അഭിമാനത്തോടെ വിളിച്ചു പറയും, കർഷകരുടെ മഹാസമരവും വിജയവുമെന്ന്.
എന്തുകൊണ്ട് കർഷകരുടെ സമരമുണ്ടായി? എന്തുകൊണ്ടത് വിജയിച്ചു? അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ്. കർഷകർ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നാണ് പഠിച്ചത്. 1990കളുടെ തുടക്കത്തിൽ ഈ നയം നടപ്പിലാക്കി തുടങ്ങുമ്പോൾ ഓരോരുത്തരും കരുതി ഞങ്ങളെ ഇത് ബാധിക്കില്ല, ഞങ്ങളെ ഇത് ബാധിക്കില്ല എന്ന്. ഹിറ്റ്ലറെ കുറിച്ച് പറയാൻ സാധാരണ പറയുന്ന ഒരു കവിതയുണ്ട്, പാസ്റ്റർ നിമോ ഹിറ്റ്ലറുടെ കവിത. ഹിറ്റ്ലറുടെ കാലത്ത് ജീവിച്ചിരുന്ന അനശ്വരനായ എഴുത്തുകാരനായിരുന്നു പാസ്റ്റർ നിമോ ഹിറ്റ്ലർ. നിമോ ഹിറ്റ്ലർ എഴുതിയത് ഇങ്ങനെയായിരുന്നു: ആദ്യമവർ ജൂതന്മാർക്കു നേരെ ചെന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനല്ലല്ലോ. പിന്നെ അവർ തൊഴിലാളികളെ തേടി ചെന്നു, അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ തൊഴിലാളിയല്ലല്ലോ. പിന്നെ അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി ചെന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നെ അവർ കത്തോലിക്കരെ തേടി ചെന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ പ്രൊട്ടസ്റ്റന്റ് ആണല്ലോ, ഞാൻ കത്തോലിക്കനല്ലല്ലോ. ഒടുവിൽ ഒരു നാൾ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ചുറ്റിലും ആരുമുണ്ടായിരുന്നില്ല. ഇത് ഫാസിസത്തിന്റെ വരവിനെ കുറിച്ച്, അതിന്റെ ഭീകരതയെ കുറിച്ച്, എങ്ങനെയാണ് ഫാസിസം ജനതയെ വേട്ടയാടുന്നു എന്നതിനെ കുറിച്ച് പരാമർശിച്ച പാസ്റ്റർ നിമോ ഹിറ്റ്ലർ എഴുതിയതാണ്. പക്ഷെ നിയോ ലിബറൽ കാലത്ത് ഇത് പ്രസക്തമാണ്. ഇന്ത്യയിലേക്ക് വരൂ. 1991 ഈ നയം നടപ്പിലാക്കി തുടങ്ങുമ്പോൾ ഇന്ത്യൻ തെരുവിൽ ഇത് അപകടമാണെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഈ ചെങ്കൊടി മാത്രമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ പാറശാലയിലോ ഈ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരിടത് ന്യൂ ലിബറൽ സാമ്പത്തിക നയം എന്ന പദമാദ്യമായി കേട്ടത് കമ്മ്യൂണിസ്റ്റുകാരന്റെയോ ഡിവൈഎഫ്ഐക്കാരന്റെയോ മൈക്കിന്റെ മുമ്പിൽ നിന്നായിരിക്കും. വേറെ ഒരാളും ഉണ്ടായിരുന്നില്ല. ഇത് വികസനം കൊണ്ടുവരുമെന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞത്. ഈ നയം വന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ ക്രമേണ പിന്മാറി. വൈദേശിക രാജ്യങ്ങളുമായി വിവിധ കരാറുകളിൽ ഏർപ്പെട്ടു. കമ്പോളം മലർക്ക തുറന്നിട്ട് കൊടുത്തു. മനുഷ്യ കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിൽ നിന്ന് മനുഷ്യന്റെ ക്ഷേമം സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം എന്ന രാഷ്ട്രീയത്തിൽ നിന്ന്, കാഴ്ചപ്പാടിൽ നിന്ന് എല്ലാം വിപണി കേന്ദ്രീകൃതമായ രാഷ്ട്രീയമായി മാറി. എല്ലാം കമ്പോളത്തിന് വിട്ടുകൊടുത്തു. അതിന്റെ ആദ്യ ദുരന്തം അനുഭവിക്കാൻ തുടങ്ങിയത് ഇന്ത്യയിലെ കാർഷിക മേഖലയായിരുന്നു. വക്യൂൽ മിനാരം മറഞ്ഞ മുറ്റത്തുനിന്ന് ചെണ്ട കൊട്ടിക്കട തെയ്യങ്ങളാടുന്നു. ഇനി എന്റെ കരളും പറിച്ചു കൊള്ളുക, ഇനി എന്റെ സർവ്വതും എടുത്തുകൊള്ളുക. വക്യൂൽ മിനാരം മറഞ്ഞു നിന്ന് വീട്ടുമുറ്റങ്ങളിൽ വന്നു നിന്ന്, സമൃദ്ധിയുടെ പഴയ വീട്ടുമുറ്റങ്ങളിൽ വന്നു നിന്ന്, ഇന്ന് ബാങ്കിൽ നിന്ന് വന്ന ഉദ്യോഗസ്ഥർ ചെണ്ട കൊട്ടി കടത്തയ്യങ്ങളെ പോലെ ഉറഞ്ഞു കൊള്ളുമ്പോൾ എനിക്ക് ആത്മാഭിമാനത്തോടെ പടിയിറങ്ങാനാകുന്നില്ല. ഞാൻ ആത്മഹൂതി ചെയ്യുന്നു. ഈ കേരളത്തിൽ പോലും എത്ര കർഷകർ അന്ന് ആത്മഹത്യ ചെയ്തു. മുരുകൻ കാട്ടാക്കടയുടെ കവിതയായി ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പ്. എപ്പോഴാണ് മുരുകൻ കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പ് എഴുതിയത്? ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് കർഷകർ ആത്മഹത്യ ചെയ്തു. ഒരിക്കൽ ഗാന്ധിയോട് ചോദിച്ചു, ഇന്ത്യയെ എവിടെ ചെന്നാൽ കാണാനാകും? ഗാന്ധി മറുപടി പറഞ്ഞു, അവളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ കർഷകർക്കിടയിലേക്ക് പോകൂ. ഞാനും നിങ്ങളും പഠിച്ചു, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല കാർഷിക മേഖല. പക്ഷേ കാർഷിക മേഖലയിൽ നിന്ന് കുട്ടപ്പലായനങ്ങൾ ഉണ്ടായി, ആത്മഹത്യകൾ ഉണ്ടായി. അന്ന് ബാക്കി എല്ലാവരും കരുതി ഞങ്ങളെ ഇത് ബാധിക്കില്ലല്ലോ എന്നാണ്. ഇന്ത്യയിൽ പൊതുമേഖലയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾ കരുതിയത് ഞങ്ങളെ ബാധിക്കില്ലല്ലോ, ഇത് അവരുടെ കാര്യമാണല്ലോ എന്നാണ്. ആദ്യം അവർ ജൂതന്മാർക്ക് തെരച്ചതു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാൻ ജൂതനല്ലല്ലോ. ഇത് കർഷകരെ ബാധിക്കുന്ന എന്തോ പ്രശ്നമാണ്, എന്നെ ബാധിക്കില്ല. അധികം വേണ്ടി വന്നില്ല. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി എഴുതി വിൽക്കാൻ തുടങ്ങിയത്. വാജ്പേയി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഇന്ത്യയിൽ ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിലെ പൊതു ആസ്തി വകകൾ വിൽക്കുന്നതിനുള്ള ഒരു മന്ത്രിയും മന്ത്രാലയവും ഉണ്ടാക്കി. മുഴുവൻ ആസ്തി വകകളും എഴുതി വിൽക്കാൻ തുടങ്ങി. കോൺഗ്രസ് സർക്കാർ അത് തുടർന്നു. അപ്പോഴോ ഇന്ത്യയിലെ ചെറുകിട വ്യാപാരികൾ വിചാരിച്ചു, കർഷകരെയും പൊതുമേഖലയെയും ബാധിക്കുന്ന പ്രശ്നമാണ്, എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഇത്. അധിക സമയം വേണ്ടി വന്നില്ല. ഇന്ത്യയിലെ ചെറുകിട വ്യാപാര മേഖല ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വലിയ പ്രതിസന്ധിയെ നേരിട്ടു. ഇവിടെയുള്ള കടമുറികളെല്ലാം അടച്ചുപൂട്ടി ഇവിടുത്തെ തൊഴിലാളികൾ വ്യാപാരി വ്യവസായി സമിതി എന്നോ ഏകോപന സമിതി എന്നോ വ്യത്യാസമില്ലാതെ ഡൽഹിക്ക് തീവണ്ടി കയറി, വിമാനം കയറി ഡൽഹിയിൽ പോയി സമരം നടത്തി. ഓർമ്മയില്ലേ? തീരദേശ മേഖല, പരമ്പരാഗത തൊഴിൽ മേഖല, കൈത്തറിയുടെ നാടാണിത്. ഇന്ത്യയിലെ പരമ്പരാഗത തൊഴിൽ മേഖല ഒരു ശവപ്പറമ്പായി മാറി. സകല മേഖലയും തകർന്നു. നോക്കൂ, ആഗോളവൽക്കരണവും നവലിബറൽ ഉദാരവൽക്കരണവും കടന്നു വരുന്നത് വിപണി കേന്ദ്രീകൃതമാണ്. ഇന്നിപ്പോഴെല്ലാ മേഖലയിലേക്കും അത് കടന്നു കയറുന്നു. ആകാശവും ഭൂമിയും വായുവും സകലത്തിലേക്കും അവർ കടന്നു കയറുന്നു. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അവർ ഓരോ ദിവസവും തടിച്ചു കൊഴുക്കുന്നു.
ഓഫ് ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടി. ഇതായിരുന്നു ജനാധിപത്യത്തിന്റെ നിർവചനം. ഇന്നത് മാറി. ന്യൂ ലിബറൽ കാലത്തിന്റെ ജനാധിപത്യത്തിന്റെ നിർവചനം ഓഫ് ദി കോർപ്പറേറ്റ്, ബൈ ദ കോർപ്പറേറ്റ്, ഫോർ ദ കോർപ്പറേറ്റ്. കോർപ്പറേറ്റുകൾ, കോർപ്പറേറ്റുകളാൽ, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. ഐതിഹാസികമായ സമരത്തിനിടയിൽ കർഷകർ മുൻപോട്ട് വെച്ച ഏറ്റവും മനോഹരമായ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം ചർച്ച കഴിഞ്ഞിറങ്ങി വരുമ്പോൾ കർഷകരുടെ മുമ്പിൽ മൈക്ക് ഓടിയെത്തിയ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പണി അവസാനിപ്പിക്കുകയാണ്. ഇനി ഇവരോട് ചർച്ചയില്ല. ഇനി ഞങ്ങൾ ഭരണകർത്താക്കളോട് നേരിട്ട് സംസാരിച്ചു കൊള്ളാം. ഈ ഇടനിലക്കാരോട് ഇനി ചർച്ചയില്ല. മാധ്യമങ്ങളായിരുന്നു. ഇന്ത്യൻ പാർലമെന്റ് തന്നെ ചർച്ച ചെയ്ത് അംഗീകരിച്ച, അതിനുശേഷം പിന്നീട് ഒരിക്കൽ അമെന്റ്മെന്റിലൂടെ, ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർക്കപ്പെട്ട വെച്ച ഒരു പദമാണ് സോഷ്യലിസം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിങ്ങനെ തുടങ്ങി വരുമ്പോൾ സോഷ്യലിസം ഇന്ത്യയെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള രാജ്യമായിരിക്കുമെന്ന് ഭരണഘടനയുടെ പ്രിയാമ്പിൾ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചതാണ്. അത് അവസാനിപ്പിക്കുകയാണ്. ഗവൺമെന്റിനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായി ഉപേക്ഷിക്കുകയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്ന് ആരംഭിച്ച BPCL പരിസരത്തേക്ക് ചെന്ന് അവസാനിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റിൽ നല്ല AC വാഹനങ്ങളിൽ ജോലി കഴിഞ്ഞ് ഹോസ്റ്റലുകളിലേക്ക്, ഫ്ളാറ്റുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന നല്ല വൈറ്റ് കോളർ ഉദ്യോഗസ്ഥർ. മുമ്പാണെങ്കിൽ ആ വൈറ്റ് കോളർ ഉദ്യോഗസ്ഥർ ഈ കൊടിയ വലിയ ഒരു പ്രകടനം കടന്നു വന്നാൽ അത് നോക്കി നെറ്റി ചുളിച്ച് നമ്മളോട് മോശം പറയുമെങ്കിൽ, നമ്മളെ അങ്ങ് ശപിക്കുമെങ്കിൽ കൈകൾ ഉയർത്തി ഞങ്ങൾ അഭിവാദ്യം ചെയ്യാണ്. മുംബൈയിൽ നടന്ന ലോങ് മാർച്ച് കണ്ടില്ലേ? മധ്യവർഗം വരികയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർ മാത്രമല്ല, എല്ലാ ജനവിഭാഗങ്ങളും ഒരുമിക്കുകയാണ്. ഇന്ത്യൻ യുവനം തൊഴിലില്ലായ്മയുടെ നടുക്കടലിൽ നിൽക്കുമ്പോൾ, ചെയ്യുന്ന ജോലിക്ക് മാന്യമായ ശമ്പളമില്ലാതെ, ജോലിക്ക് സ്ഥിരതയില്ലാതെ, ലഭിച്ചുകൊണ്ടിരുന്ന സംവരണമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ആ തിരിച്ചറിവുകളിൽ നിന്ന് വലിയ സമരം ഉയർന്നു വരും. കർഷകരുടെ പ്രക്ഷോഭം, നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരായ സമര വിജയം എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയും കൂട്ടരും കരുതുന്നത് ഇതോടുകൂടി അവസാനിച്ചല്ലോ ഈ ചാപ്റ്റർ എന്നാണ്. അവസാനിക്കുകയല്ല, ആരംഭിക്കുകയാണ്. കൂടുതൽ ഉത്തേജനം നൽകുകയാണ്. സമരങ്ങൾ സാധ്യമാണ്, സമരങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന വലിയ തോന്നലാണ് ഇന്ത്യയിലെ യൗവനത്തിനും ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനും കർഷക തൊഴിലാളികൾക്കും ഇന്ന് ഈ രാജ്യം നൽകിയിരിക്കുന്നത്, രാജ്യത്തെ കർഷക സമര പോരാട്ടത്തിന്റെ വിജയം നൽകിയിരിക്കുന്നത്. ആ സമരവീര്യത്തിൽ നിന്ന് പുതിയ സമരങ്ങളാണ് ഉയരാൻ പോകുന്നത്. ഇന്ത്യയിൽ ഉണ്ടായി വന്ന തൊഴിലില്ലായ്മ ഉണ്ടാക്കിയ പ്രശ്നം എന്താണ്? രാജ്യത്തെ തൊഴിലില്ലായ്മ, അതികഠിനമായ രാഷ്ട്രീയവൽക്കരണം ഞാൻ സൂചിപ്പിച്ചു. ഇത് രാഷ്ട്രീയവൽക്കരണം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എവിടേക്ക് പോകുന്നു? എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ, ഈ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം, മാഫിയ പ്രവർത്തനം, മയക്കുമരുന്ന്, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന കണക്ക് പ്രകാരം ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ വികസനത്തിന്റെ താഴ്വരയെന്ന് ചൂണ്ടിക്കാണിച്ച ഗുജറാത്ത് ഇന്ത്യയിലെ നർക്കോട്ടിക് ക്യാപിറ്റലായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ട്? ആരാണ് ഇതിന്റെ കാര്യം? തൊഴിലില്ലായ്മ ഒരൊറ്റ മുഖം മാത്രം നോക്കി ചർച്ച ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ബഹുമുഖമാണത്. പല പ്രശ്നങ്ങളാണ്. തൊഴിലില്ലാപ്പട രാജ്യത്ത് പെടരുമ്പോൾ വർഗീയത ശക്തിപ്പെടുത്താൻ അത് കാരണമാകുന്നു. മാഫിയ പ്രവർത്തനത്തിന്റെ ഊർജ കേന്ദ്രമായി ചെറുപ്പം മാറുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ കാലത്ത് കേരളം പുതിയ പ്രതീക്ഷയായി മാറുന്നു. ഞാനതാ പറഞ്ഞത്, ഈ ജനുവരി 1, 2022 പുതുവർഷ സമ്മാനമായി കേരളം സമ്മാനിച്ചത് കോട്ടയത്ത് ഒരു ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേന്ദ്രം പൂട്ടുകയും നമ്മൾ ആരംഭിക്കുകയും ചെയ്തെടുത്താണ് 2022 ഇത് ആരംഭിക്കുന്നത്. ഇത് 2022 കാര്യം മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഈ ന്യൂ ലിബറൽ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായി കേരളം ഒരു ബദൽ തീർക്കുന്നു. കേരളം ചെറുപ്പത്തിന് കൂടുതൽ ആവേശമായി മാറുന്നു. ചരിത്രത്തിൽ തസ്തികകൾ ഇല്ലാതാക്കുക, തസ്തികൾ വെട്ടിക്കുറയ്ക്കുക. UDF കേരളം ഭരിക്കുന്ന ഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ വളരെ പ്രമുഖമായ ഒരു പ്രസ്താവന ഉയർന്നു വന്നത്. അദ്ദേഹം പറഞ്ഞു, സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്ത്, സർക്കാരിന്റെ പെൻഷൻ മരിക്കുന്നത് വരെ വാങ്ങി കടന്നു പോകുന്ന കാലം ഇനി ഉണ്ടാകില്ല. 5 നയാ പൈസയില്ല. കയ്പ് കഷായം കുടിക്കണമെന്ന് മുഖ്യമന്ത്രിയായിരുന്ന ആന്റണി, UDF കൺവീനറായിരുന്ന ഉമ്മൻചാണ്ടി. അന്നും AK ആന്റണി സർക്കാർ അധികാരമേറ്റ ആദ്യം ചെയ്തത് ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന തസ്തികകൾ 25,000 തസ്തിക വെട്ടിക്കുറയ്ക്കുകയായിരുന്നു.
25,000 തസ്തിക. എത്ര തസ്തിക വെട്ടിക്കുറയ്ക്കണമെന്ന് പഠിക്കാനാണ് ചീഫ് സെക്രട്ടറി ചെയർമാനായ ഒരു കമ്മീഷൻ വെക്കലായിരുന്നു. പുതിയ തസ്തിക സൃഷ്ടിച്ചതേയില്ല. നിയമന നിരോധനം പ്രഖ്യാപിച്ചു. കേന്ദ്രത്തിൽ ഇപ്പോഴും നിയമന നിരോധനമുള്ളപ്പോൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിയമന നിരോധനമുള്ളപ്പോൾ, കേരളം ഇപ്പോഴും നിയമന നിരോധനമില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി തുടരുന്നു. ഓരോ ദിവസം പുതിയ സ്ഥാപനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമന പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നു. വിൽക്കുകയല്ല, മെച്ചപ്പെടുത്തുകയാണ് ഈ ഗവൺമെന്റ് ചെയ്യുന്നത്. ഇതൊരു ബദലാണ്. ഇനി ഇവിടെ പുതിയ തൊഴിലവസരങ്ങൾ വരണം. സർക്കാർ മേഖല കൊണ്ട് മാത്രം നമുക്ക് പരിഹരിക്കാനാകില്ല. അതിനാണ് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകേണ്ടത്. നമ്മുടെ റോഡ്, നമ്മുടെ യാത്രാമാർഗങ്ങൾ, അതിനുള്ളതാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ചരിത്രത്തിലിടം നേടുന്ന മലയോര ഹൈവേ. അതിന്റെ ഭാഗമാണ് ഈ കേരളത്തിൽ ഇപ്പോൾ കടന്നു വരുന്ന ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചു എന്ന് ഞാൻ പറയുന്നു. ഒരുപാട് തവണ സംസാരിച്ചു. ഇന്ത്യൻ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ കേരളം ഒരു പൊതുമേഖലയിൽ ഒരു പുതിയ റെയിൽ സംരംഭം മുൻപോട്ട് വെക്കുന്നു. സെമി ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. സ്വകാര്യ മേഖലയിലല്ല, എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വത്തിൽ, നമ്മുടെ ഉടമസ്ഥതയിൽ ഒരു അതിവേഗ സെമി ഹൈ സ്പീഡ് അർത്ഥാതിവേഗ റെയിൽ പാത കേരളത്തിൽ കടന്നു വരുന്നു. ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ പോകുന്നത് പുതിയ തൊഴിലവസരങ്ങളാണ്. നമ്മുടെ നാടിന്റെ വികസനമാണ്. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. ഇവിടെ ബദലായി നിൽക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ തുരുത്തായ കേരളത്തെ ഇല്ലാതാക്കുന്നതിനുള്ള സംഘടിതമായ നീക്കങ്ങൾ ഇന്ന് ശക്തിപ്പെടുകയാണ്. നവലിബറൽ ഉദാരവൽക്കരണ കാലത്ത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏതുതരം നീക്കമാണ് അവർ നടത്തുന്നത്? 1987 അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി കേരളത്തിൽ അവർ സൃഷ്ടിച്ചെടുത്ത വിമോചന സമരം എനിക്കും നിനക്കും അറിയാം. എന്നാൽ പുതിയ കാലത്ത് അതിനേക്കാൾ ശക്തരായ വലതുപക്ഷം, അതിനേക്കാൾ ശക്തരായ ഇന്ത്യൻ കോർപ്പറേറ്റുകൾ വളരെ ശക്തമായി ശ്രമിക്കുന്നത് ഈ കേരളത്തിന്റെ ഇടതുപക്ഷ പുരോഗമന അടിത്തറയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ന്യൂ ലിബറൽ കാലത്ത് കടന്നു പോകുന്ന ചെറുപ്പത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പുതിയ കാലത്തെ ചെറുപ്പം എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് കൂടി നമ്മൾ ചർച്ച ചെയ്യണം. ഞാൻ കേരളത്തിന്റെ പരിതസ്ഥിതിയിൽ സംസാരിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുകയാണ്. കേരളത്തിന്റെ യൗവനം, പുതിയ തലമുറ, ആ പുതിയ തലമുറയെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ശ്രമകരമായ ദൗത്യം ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരളത്തിൽ നടത്തുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മുടെ പുതിയ തലമുറയെ അരാഷ്ട്രീയവൽക്കരിക്കാനും ആപൽക്കരമായ വഴികളിലേക്ക് അവരെ തെളിച്ചു കൊണ്ടുപോകുന്നതിനും നവ ഉദാരവൽക്കരണ ശക്തികളും ഈ കേരളത്തിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയും സമ്പന്ന വർഗവും രാഷ്ട്രീയ വലതുപക്ഷവും ശക്തമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെറുപ്പക്കാർക്കിടയിലേക്ക് പോലും അന്ധവിശ്വാസവും അനാചാരവും പടർത്തുകയാണ്. ശാസ്ത്രവിരുദ്ധത വളർത്താൻ ശ്രമിക്കുകയാണ്. ഒരുമിച്ചൊന്നായി നീങ്ങുന്നതിന് പകരം വ്യത്യസ്ത ചേരികളിൽ നിലയുറപ്പിക്കാൻ ചെറുപ്പത്തെ പ്രേരിപ്പിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ സംഘടിക്കാൻ പറയുകയാണ്. നവോത്ഥാനത്തെ കുറിച്ചുള്ള ഒരു സെമിനാർ ഉണ്ടായിരുന്നു. നവോത്ഥാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഇടങ്ങൾക്കരികിലാണ് നമ്മൾ നിൽക്കുന്നത്. 1888 അരുവിപ്പുറത്ത് മുങ്ങി നിവർന്ന് കയ്യിൽ കിട്ടിയ ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ച് ശ്രീനാരായണ ഗുരു ചരിത്രത്തിന്റെ ചുമരിൽ കുറിച്ചിട്ടത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിന് വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്നാണ്. ജാതിഭേദം മതദ്വേഷമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് വാണിരുന്ന കേരളം, ആ കേരളത്തിന്റെ മതനിരപേക്ഷ ഘടനയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ് കേരളത്തിൽ വർഗീയത വളർത്താൻ ശ്രമിക്കുന്നത്? മറ്റൊന്നിനുമല്ല, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനാണ്. മതത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം സംഘടിക്കുന്ന ഒരു നാട്ടിൽ പിന്നെ ഇടതുപക്ഷം ഉണ്ടാവില്ല. ശാസ്ത്രവിരുദ്ധത എന്ന് പ്രചരിപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ടു ജീവിക്കുന്ന ഒരു ജീവിതത്തിനിടയിൽ, ഒരു സമൂഹത്തിനിടയിൽ പിന്നെ ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ല. ഇടതുപക്ഷത്തെ തകർക്കാൻ നമ്മുടെ നാടിന്റെ മതേതര ഘടനയെ ഇല്ലാതാക്കുകയാണ്. വലിയ തോതിൽ അതിനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ സംഘപരിവാർ നടത്തുന്നു. ന്യൂനപക്ഷ വർഗീയത നടത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ നടത്തുന്നു. ന്യൂ ലിബറൽ കാലത്ത് ഒരു വശത്തെ രാഷ്ട്രീയവൽക്കരണം, ചെറുപ്പം കേട്ട് വളരുന്ന പദം എന്താണ്? കഴിഞ്ഞ 2-3 ദശാബ്ദത്തിനിടയിൽ നവലിബറൽ കാലത്തെ ഇന്ത്യൻ യൗവനം കേട്ട് വളർന്നത് നീ നിന്റെ കാര്യം നോക്കണമെന്നാണ്. നീ നിന്റെ കാര്യം നോക്കണം. രക്ഷകർത്താക്കളിൽ നിന്ന് കേട്ടത്, അധ്യാപകരിൽ നിന്ന് കേട്ടത് നീ നിന്റെ കാര്യം നോക്കണമെന്നാണ്. ചരിത്രം ഒരിക്കലും അങ്ങനെയായിരുന്നില്ല.
നീ നിന്റെ കാര്യം നോക്കി ഓരോരുത്തരും ജീവിച്ചിരുന്നുവെങ്കിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നില്ല, ലോകത്തൊരു മാറ്റവും ഉണ്ടാകുമായിരുന്നില്ല, സമൂഹത്തിലൊരു പുരോഗതിയും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ആവർത്തിച്ച് പറയുന്നതാണ്, തിരിച്ചറിവ് സ്വയം ആർജിച്ചെടുക്കാൻ കഴിയുന്ന സോഷ്യൽ സ്പേസുകൾ അഥവാ സാമൂഹ്യ ഇടങ്ങൾ, പൊതു ഇടങ്ങൾ ഗണ്യമാംവിധമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. ന്യൂലിബറൽ കാലത്തിന്റെ ഒരു വലിയ സവിശേഷതയാണ് സാങ്കേതിക വിദ്യ വലിയ തോതിൽ ഇങ്ങനെ പ്രചാരം സൃഷ്ടിക്കുന്നു. സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുമ്പോഴോ സാങ്കേതിക വിദ്യയുടെ വളർച്ചയെ നമുക്ക് ആർക്കും തിരസ്കരിക്കാനാകില്ലെന്ന് മാത്രമല്ല, അതിന്റെ ഭാഗമാവുകയും വേണം നമ്മൾ, യാതൊരു സംശയവും വേണ്ട. അത് ഉപയോഗപ്പെടുത്തുകയും വേണം. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹിക വളർച്ച സാധ്യമാക്കുകയും വേണം. പക്ഷേ അപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരുമിച്ചിരിക്കാൻ, ഒരുമിച്ച് കണ്ടുമുട്ടാൻ, ഒരുമിച്ച് വർത്തമാനം പറയാൻ ജൈവിക സൗഹൃദങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇത് സൃഷ്ടിക്കുന്ന അരാഷ്ട്രീയതയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് സൃഷ്ടിക്കുന്ന അരാജകത്വത്തിന്റെ ഒരു വലിയ പ്രശ്നമുണ്ട്. എങ്ങനെയും പണമുണ്ടാക്കണമെന്നൊരു ത്വര സൃഷ്ടിക്കപ്പെടുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിത ചിലവ് എത്ര കണ്ട് ഉയർന്നു എന്ന് ഞാൻ ചോദിച്ചു. അതിൽ എത്ര രൂപ നിങ്ങൾക്ക് വരുമാനം വർദ്ധിച്ചു എന്ന് ഞാൻ ചോദിച്ചു. 1 രൂപ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ ചിലവ് ഓരോ ദിവസവും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ജീവിക്കുമെന്നൊരു ചോദ്യത്തിന്റെ മുമ്പിൽ എങ്ങനെയും പണമുണ്ടാക്കാനുള്ള വഴികളും തുറന്നു വെക്കപ്പെടുകയാണ്. മണ്ണിന്റെ എസ്കോട്ട് പോയാൽ ചെറുപ്പക്കാരന് കാശ് കിട്ടും, ഒരു പണിയില്ല. മയക്കുമരുന്ന് വിൽക്കാൻ പോയാൽ കാശ് കിട്ടും, ഉപയോഗിക്കുന്നവന് ഉപയോഗിക്കുകയും ചെയ്യാം. വർഗീയ സങ്കേതങ്ങളിലേക്ക് ചെന്ന് കയറിയാൽ വലിയ സാമ്പത്തിക സുരക്ഷിതത്വമാണ്. സ്വർണം കടത്താൻ പോയാൽ കടത്തിക്കൊണ്ടുവന്ന സ്വർണം അടിച്ചുമാറ്റി വിൽക്കാൻ ശ്രമിച്ചാൽ ഒക്കെ പണമാണ്. പണത്തിന്റെ മാസ്മരികമായ ഒരു ലോകത്തേക്ക്, സാമൂഹ്യ നന്മയുടെ ഇടങ്ങളിലേക്കല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഇടങ്ങളിലേക്കല്ല, ജനാധിപത്യത്തിന്റെ കാതൽ തന്നെ കൺസേൺ ഫോർ ദി അതർ എന്നാണ്, അന്യനോടുള്ള കരുതൽ എന്നാണ്. എനിക്ക് നിന്നോടുള്ള കരുതലിന്റെ പേരാണ്, നിനക്ക് എന്നോടുള്ള കരുതലിന്റെ പേരാണ്, എനിക്കും നിനക്കും മൂന്നാമതൊരാളുള്ള കരുതലിന്റെ പേരാണ് ജനാധിപത്യം. ആ കരുതലേ ഇല്ലാതാകുന്നു. നീ നിന്റെ കാര്യം നോക്കണം, അവൻ അവന്റെ കാര്യങ്ങൾ മാത്രം നോക്കുന്നു. അവൻ എങ്ങനെയും പണമുണ്ടാക്കണം. പണമുണ്ടാക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും സമൂഹത്തിൽ രൂപപ്പെടുന്നു. പണമുണ്ടാക്കാൻ കഴിയുന്ന തൊഴിലിന്റെ അവസരങ്ങൾ ഓരോന്നായി പൂട്ടിക്കെട്ടുന്നു, സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു, സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാകുന്നു. നോക്കൂ എങ്ങനെയാണ് ഈ സാമ്പത്തിക നയം, ന്യൂലിബറൽ സാമ്പത്തിക നയം നമ്മുടെ നിത്യജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. കേട്ടുകേൾവിയില്ലാത്ത വാർത്തകൾ ദിനം പ്രതിയെന്നോണം നമ്മുടെ പത്രത്താളുകളിൽ വന്നു നിറയുന്നതിന്റെ കാരണവും ഈ ന്യൂലിബറൽ കാലഘട്ടവുമായി ഒരു ബന്ധമുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എന്താണ് പ്രതിവിധി? 3 പതിറ്റാണ്ട് നടന്നു നിർത്ത ഇന്ത്യൻ യൗവനം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുക എന്നത് മാത്രമാണ്. അരാഷ്ട്രീയതക്കെതിരായ വലിയ സമരം. സമ്പൂർണമായ ഞാൻ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെയും ദുരിതങ്ങളുടെയും കാരണം ഈ നയമാണെന്ന് തിരിച്ചറിയുന്ന രാഷ്ട്രീയവൽക്കരണമുണ്ടല്ലോ, പ്രബുദ്ധമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് വർഗീയത പ്രചരിപ്പിക്കുന്നത്, മനുഷ്യനെ വിഭജിക്കാൻ ശ്രമിക്കുന്നത്. ഈ നാട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ ഹിന്ദു പെട്രോൾ എന്നൊരു പെട്രോൾ കണ്ടിട്ടുണ്ടോ? മുസ്ലിം പെട്രോൾ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ കണ്ടിട്ടുണ്ടോ? സുബൈദ താത്താന്റെ വീട്ടിൽ പാചകവാതകം ഇറക്കി വെച്ചിട്ട് വാങ്ങുന്ന കാശും തൊട്ടപ്പുറത്ത് കത്രീന ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന കാശും അപ്പുറത്ത് സുമതി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വാങ്ങുന്ന കാശും ഒന്നല്ലേ? പാചകവാതകത്തിന്റെ വിലയ്ക്ക് മതവ്യത്യാസമുണ്ടോ? മരിച്ചു വീണ കർഷകരിൽ മതവ്യത്യാസമുണ്ടോ? അടച്ചുപൂട്ടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് മാറ്റിപ്പുറത്താക്കപ്പെടുന്ന തൊഴിലാളികളിൽ മതവ്യത്യാസമുണ്ടോ? ചരിത്രത്തിലെ 29 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മയാണെന്ന് ഞാൻ പറയുമ്പോൾ ആ തൊഴിലില്ലാപ്പടയുടെ കൂട്ടത്തിൽ ജാതി മത വ്യത്യാസമുണ്ടോ? ദുരിതങ്ങൾക്ക് മതമില്ല. മതത്തിന്റെ പേരിലല്ല, ദുരിതമനുഭവിക്കുന്ന മനുഷ്യരാണ് ഇന്നത്തെ ഇന്ത്യയിൽ സംഘടിക്കേണ്ടത്. ന്യൂലിബറൽ കാലത്തിന്റെ തിരശീല വീഴാൻ തുടങ്ങുന്നു ലോകത്തെല്ലായിടത്തും. അതിന്റെ ഉദ്ഘാടന കൊടിയേറ്റം നടന്ന ചിലിയുടെ മണ്ണിൽ ഇതാ 4 പതിറ്റാണ്ടിന് പുറം
നിയോലിബറൽ സാമ്പത്തിക നയം ഉപേക്ഷിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് ഞാൻ മുതിരുന്നുവെന്ന് പ്രഖ്യാപിക്കുമ്പോൾ, ചെങ്കൊടി പാറിപ്പറക്കുമ്പോൾ സമരങ്ങൾ അവസാനിച്ചിട്ടില്ലെന്നും ചരിത്രം അവസാനിച്ചിട്ടില്ല എന്നും, ചരിത്രവും ചരിത്രത്തിലെ ഏറ്റുമുട്ടലുകളും സമരങ്ങളും വർഗസമരങ്ങളും തുടരുക തന്നെ ചെയ്യുമെന്നും ലോകം മുതലാളിത്തത്തിന്റെ മുഖത്ത് നോക്കി വീറോടെ വാദിക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്നത്. 23ാം പാർട്ടി കോൺഗ്രസിന് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊന്നായ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ 23ാം പാർട്ടി കോൺഗ്രസിന് കണ്ണൂർ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത്. നമ്മുടെ തലസ്ഥാന ജില്ല ഈ കഴിഞ്ഞ കാലയളവുകളിൽ ആർജിച്ചെടുത്ത രാഷ്ട്രീയവും സംഘടനാപരവുമായ വളർച്ചയുണ്ട്, മുന്നേറ്റമുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയെന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നുവെന്നാൽ, ഞാൻ ഈ പരാമർശിച്ചു കടന്നുപോയ എല്ലാ സാമൂഹിക രാഷ്ട്രീയ ഘടകങ്ങളോടും ഏറ്റുമുട്ടിക്കൊണ്ട് ഒഴുക്കിനെതിരായൊരു നീന്തലാണ്. സംഘപരിവാർ അവരുടെ പരീക്ഷണശാലയാക്കി നിശ്ചയിച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെ ഈ തലസ്ഥാനത്ത് ഈ കഴിഞ്ഞ കാലയളവിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിജയം, രാഷ്ട്രീയ മേൽക്കൈ, ആ രാഷ്ട്രീയ മേൽക്കൈ നേടിയതിന്റെ ഏറ്റവും ആഹ്ലാദകരമായ അനുഭവങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ജില്ലയിലെ സമര പോരാളികൾ ഈ പാറശാലയിൽ ഒരുമിക്കാൻ പോകുന്നത്. കേരളം അതിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായി എന്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ചെങ്കൊടികൾ നിറയെ പറക്കുന്ന കേരളം തുടർ ഭരണത്തിലേക്ക് കടന്നു വന്ന പ്രഭാതം നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, ഇനിയും പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ പോരാട്ടത്തിന്റെ വഴികളിൽ ന്യൂലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരായ മഹാസമരങ്ങളിൽ ഇന്ത്യൻ യൗവനം കൂടുതൽ കരുത്തോടെ മുന്നേറുക തന്നെ ചെയ്യുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.